ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി സെൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നല്ല ക്രക്കടക്കെന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ കംപ്ലയിൻ്റ് നോക്കണം. അതായത് ഹമ്പ് കയറുമ്പോൾ, അതുപോലെ തന്നെ ചെറിയ കട്ടറിലൊക്കെ എഡ്ജ് കയറുമ്പോൾ, റോഡിൻ്റെ സൈഡിൽ എഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ആ സൗണ്ട് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൂടുതലായിട്ട് ഹമ്പ് കയറി ഇറങ്ങുമ്പോഴാണ് ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ട് ബോഡിയിൽ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് നല്ല രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടിയിലോട്ട് പോകാം, എന്താണ് സംഭവം എന്ന് നോക്കാം. വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടിയിൽ വരുമ്പോൾ ഈ ബുഷിന് നല്ല പ്ലേ ആണ്. ഇതിൽ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട്, ഇത് കുലുക്കുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ള ഇതൊന്ന് ഷേക്ക് ചെയ്ത് നമുക്ക് ഈ റോഡിൽ കുലുക്കുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഇവിടെ പിടിച്ച് നമുക്ക് ആ ബുഷിൻ്റെ പ്ലേ നല്ല രീതിയിലുള്ള പ്ലേ ആണ്. കണ്ടോ, നല്ല രീതിയിൽ ബുഷിന് നല്ലപോലെ പ്ലേ ഉണ്ട്. ഓക്കെ, മതി. അപ്പോൾ നമുക്ക് ഈ ബുഷ് മാറേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഷോക്ക് അഴിച്ചു നോക്കേണ്ടതായിട്ട്. ഷോക്കിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ ഗ്യാസിൻ്റെ ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ടൈപ്പ് ഷോക്ക് വരുന്നുണ്ട്. 2 ടൈപ്പ് ഷോക്ക് വരുന്നുണ്ട്, ഗ്യാസ് ഓയിലും വരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ടൈപ്പ് ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ ലീക്ക് കാണില്ല. പക്ഷേ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. കാരണം വണ്ടി ഹമ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ബൗൺസ് ചെയ്തിട്ടാണ് വണ്ടി പോകുന്നത്. ആ സമയത്താണ് സൗണ്ട് കൂടുതലായിട്ടും കേൾക്കുന്നത്. കാരണം ഒന്ന് സൗണ്ട് ഇവിടുന്ന് കേൾക്കാം, പിന്നെ ഷോക്കിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഈ ബുഷ് പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നല്ല പ്ലേ ആണ്. അതുപോലെ തന്നെ ഈ ഷോക്ക് നമുക്ക് അഴിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഗ്യാസ് ടൈപ്പ് ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കിയാലേ അതിൻ്റെ ആക്ഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 2 സൈഡിലെ ഷോക്ക് നമുക്ക് അഴിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബുഷ് മാറണം. അതുപോലെ തന്നെ ഈ ഷോക്കിനായിട്ട് നമുക്ക് അഴിച്ച് വെളിയിലേക്കാം. 17ൻ്റെ ബോൾട്ടാണ്. മുകളിലും താഴെ ബോൾട്ടും വരുന്നു, ബോൾട്ട് നട്ട് വരുന്നു. മുകളിൽ 17ൻ്റെ നട്ടുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 2 സൈഡിലെ ഷോക്ക് അഴിച്ചെടുക്കാം. ഷോക്കിൻ്റെ ഇത് താഴെ വരുന്ന ബോൾട്ടാണ്, 17ൻ്റെ ബോൾട്ടാണ് വരുന്നത്. മുകളിൽ വരുന്നത് ഈ നട്ട് വിത്ത് വാഷറാണ് വരുന്നത്. ഇതിനും സ്പ്രിംഗ് വാഷർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വെളിയിൽ വെച്ചിട്ട് 2 ഷോക്ക് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ വെച്ചിട്ട് നമുക്ക് ഷോക്കിൻ്റെ ആക്ഷൻ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 സൈഡിലെ ഷോക്ക് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എഴുതിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ഗ്യാസ് ടൈപ്പ് ഷോക്കാണ് വരുന്നത്. അപ്പോൾ ഷോക്ക് പോയാലും നമുക്ക് ഓയിൽ ലീക്ക് വരില്ല. കാരണം ഓയിൽ ടൈപ്പ് ഷോക്കാണെന്നുണ്ടെങ്കിൽ ഇതുവഴി ഓയിൽ നമുക്ക് ഷോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഇതുവഴി ഓയിൽ ലീക്കാവും. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഗ്യാസ്, അത് കറക്റ്റായിട്ട് പെയിൻ്റ് അടിച്ച കൂട്ടത്തിൽ അത് പോയതാണ്. ഗ്യാസ് ഫിറ്റഡ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഗ്യാസ് ഫിറ്റഡ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോക്ക് വരുമ്പോൾ നമ്മൾ ഷോക്ക് അഴിച്ച് തന്നെ നോക്കണം കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഷോക്ക് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഷോക്കിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ ടൈപ്പ് ഷോക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഓയിൽ നല്ല രീതിയിൽ കലിച്ച ഒഴുകിയ പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ഷോക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോക്കിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കാം. കൂടുതലായിട്ടും പോയത് ലെഫ്റ്റ് സൈഡിലെ ഷോക്കാണ്. ആ ബുഷ് പോയ സൈഡിലെ ഷോക്കാണ് കൂടുതലായിട്ടും പോയത്. കാരണം ആ ബുഷ് പോകാനുള്ള മെയിൻ കാരണം ഈ ഷോക്ക് പോയിട്ട് ആക്ഷൻ കൂടുതലായിട്ട് വരുമ്പോൾ, ഷോക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും ബാക്കിൽ നല്ലതുപോലെ വണ്ടി മുകളിലോട്ടും താഴോട്ടും ആടാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. കാരണം ഷോക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. ഇതുണ്ട്, ഇത് ഫുള്ളായിട്ട് ഷോക്ക് പോയത്. അതിനകത്ത് ഒന്നുമില്ല, ഒരു ആക്ഷൻ പോലും ഇല്ല. ഞാനൊരു വിരൽ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ ഷോക്ക് അകത്തോട്ട് പോകണം. ഈ ഒരു സൗണ്ടാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അതായത് മുകളിൽ പോയിട്ട് ഇടിക്കുന്ന സൗണ്ട്, അതുപോലെ തന്നെ താഴെ പോയി ഇടിക്കുന്ന സൗണ്ട്. അതായത് നല്ല രീതിയിൽ ആക്ഷൻ ആവുമ്പോൾ ഈ ഷോക്ക് ഇതിനകത്ത് ഗ്യാസ് ഫുള്ള് ലീക്കായി പോയി ഷോക്ക് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി ഹമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വണ്ടി നല്ലതുപോലെ താഴോട്ടും മുകളിലോട്ടും പ്രസ്സാവാൻ തുടങ്ങും. മുകളിലോട്ട് പ്രസ്സാവുമ്പോൾ മുകളിൽ പോയിട്ട് ഇടിക്കും, താഴോട്ട് പ്രസ്സാവുമ്പോൾ താഴെ പോയിട്ട് ഇടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഷോക്ക് ഈ സൗണ്ട് വരാനുള്ള കാരണം. ആ ബുഷ് പോകാനുള്ള മെയിൻ കാരണം ഈ ഷോക്ക്. ഇത് ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഷോക്കാണ്. ലെഫ്റ്റ് സൈഡിലെ ബുഷാണ് നമ്മൾ കട്ടായിട്ട് കണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഷോക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഫ്രീ ആണ്. ഇത് റിട്ടേൺ വരുന്നില്ല ഷോക്ക്.
നമ്മൾ മുകളിലോട്ട് വെക്കുമ്പോൾ താഴോട്ട് നല്ല ഫ്രീ ആണ്, പക്ഷേ ഷോക്ക് റിട്ടേൺ വരുന്നില്ല. അപ്പോൾ 2 ഷോക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ഷോക്ക് കൂടുതലായിട്ടും പോയത്. ഒരു ആക്ഷനും ഇല്ലാതെ ലെഫ്റ്റ് സൈഡിലാണ് ഷോക്ക് പോയത്. അതാണ് ആ ബുഷ് പോകാനുള്ള കാരണം. അപ്പോൾ ഈ ബുഷ് ആദ്യം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഷോക്ക് അഴിച്ച് നോക്കുക. കാരണം ബുഷിന് പ്ലേ കൂടുതൽ, ബുഷിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ ഷോക്ക് അഴിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഷോക്ക് പോയിട്ടായിരിക്കണം കൂടുതലായിട്ടും ഈ ബുഷ് പോകുന്നത്. കാരണം ബുഷിന് ലോഡ് കൂടും. ഈ ഷോക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിലുണ്ടാകുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ ഈ ഷോക്ക് അബ്സോർബറിന് കഴിയാതെ വരുമ്പോൾ ബുഷിൽ ലോഡ് കൂടും. അപ്പോൾ ആക്ഷൻ വരുമ്പോൾ ബുഷിന് ആ സൈഡിലെ ബുഷിന് ലോഡ് കൂടുമ്പോൾ ആ സൈഡിലെ ബുഷ് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും ബുഷ് പോയിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ ഷോക്ക് അഴിച്ചു നോക്കുക. അപ്പോൾ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ ബുഷ് പോയ സൈഡിൽ ഫ്രീ ആയിട്ടാണ് ഷോക്ക്, വെറും ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിൽ ഓയിൽ ലീക്ക് വരാത്തതിൻ്റെ കാരണം ഇത് ഗ്യാസ് ടൈപ്പ് ഷോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ ഷോക്കിൻ്റെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ബുഷാണ് ആ സൈഡിൽ വരുന്നത്. അത് 2 സൈഡിൽ നിന്നും അത് ക്ലാമ്പ് അഴിച്ച് വെളിയിലെടുത്തിട്ട് 2 സൈഡിൽ നിന്നും കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ബുഷാണ് ഇത് വരുന്നത്. ഈ ടൈപ്പ് ബുഷാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ റോഡിൽ വരുന്ന ബുഷ്. ഇതാണ് മോൺട്രോയുടെ ഷോക്കാണ്. 2 ഷോക്ക് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. മോൺട്രോയുടെയാണ് ഷോക്ക്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ അഴിച്ച് വിടുമ്പോൾ ആ ടൈ അഴിച്ച് വിടുമ്പോൾ തന്നെ ഇത് മുകളിലോട്ട് പൊന്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ വെളിയിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഷോക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് അഴിച്ചു വിടുമ്പോൾ തന്നെ മുകളിലോട്ട് പൊന്തുന്നുണ്ട്. പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഷോക്കിൻ്റെ ആക്ഷൻ നോക്കുന്നത്. തന്നെ റിട്ടേൺ വരുന്നുണ്ടോയെന്ന് മെയിനായിട്ട് നോക്കുക. ഇത് ഫുള്ളായിട്ട് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് മോൺട്രോയുടെ ഷോക്കാണ്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബുഷ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഷോക്ക് നമ്മൾ കണ്ടതാണ്. ഫുള്ളായിട്ട് ഷോക്ക് പോയി, ഒരു ആക്ഷനും ഇല്ലാതെ ആ സൈഡിലെ ബുഷും പോയി. കാരണം ഈ ഷോക്ക് പോയതുകൊണ്ടാണ് ഈ സൈഡിലെ ബുഷ് പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് ഷോക്ക് മാറാം, അതുപോലെ തന്നെ ഈ ബുഷ് നമുക്ക് മാറാം. ഇതിൻ്റെ ബുഷ് നമ്മൾ ആദ്യം മാറാൻ പോവുകയാണ്. ഇത് 17ൻ്റെ നട്ടാണ് വരുന്നത്. വിത്ത് വാഷർ വരുന്നുണ്ട്, ഒരു സ്പ്രിംഗ് വാഷർ വരുന്നുണ്ട്, ഒരു പ്ലേറ്റ് വാഷർ വലുത് വരുന്നുണ്ട്. നമുക്ക് ഈ ബുഷ് അഴിച്ചെടുക്കാം. ബുഷ് അഴിച്ചെടുക്കാൻ ഈ റോഡ് ഇങ്ങോട്ട് നീക്കാനായിട്ട് വലിയ ലോഡൊന്നുമില്ല. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബുഷാണ്. ഈ ബുഷ് കണ്ടാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തേഞ്ഞ് കട്ടായി പോയി. ഇതാണ് ഇതിൻ്റെ പഴയ ബുഷ്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ് കയറ്റിയിടുന്നത്. അപ്പോൾ നമുക്ക് ശകലം ബ്രേക്ക് ഫ്ലൂയിഡ് തൂത്തിട്ട് വേണം ബുഷ് ഇടാനായിട്ട്. കാരണം ബുഷിൽ ഒരിക്കലും നമ്മൾ ഗ്രീസ് തൂക്കാൻ പാടില്ല. കാരണം ബുഷ് ബൾജായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ബുഷിൽ ഗ്രീസ് തൂക്കരുത്. ബ്രേക്ക് ഫ്ലൂയിഡ് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് മാത്രമേ ബുഷ് കയറ്റാവൂ. ഇപ്പോൾ പഴയ ബുഷും പുതിയ ബുഷും കണ്ടാൽ മനസ്സിലാവും എത്രയും തേഞ്ഞു പോയെന്ന്. ഫുള്ളായിട്ട് ഈ ഒരു ബുഷ് ഫുള്ളായിട്ട് കട്ടായിപ്പോയി. നമ്മളിപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡാണ് അതിൽ നനച്ച് വെച്ചേക്കുന്നത്. കയറ്റി വെക്കുക. അതിനുശേഷം ഇതിലും ബ്രേക്ക് ഫ്ലൂയിഡ് നനച്ചിട്ട് ജസ്റ്റ് ഈ വാഷർ ഇടുക. അതിനുശേഷം ഈ സ്പ്രിംഗ് വാഷർ ഇടുക. സ്പ്രിംഗ് വാഷറിന് ശേഷം നട്ട് ഇടുക. എന്നിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഷോക്ക് ഫിറ്റ് ചെയ്യാം. ഷോക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റിയിടുക. കയറ്റിയതിന് ശേഷം അതിനകത്തൊരു സ്പ്രിംഗ് വാഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നട്ട് വരുന്നുണ്ട്. എല്ലാം 17ൻ്റെ തന്നെ നട്ടാണ് വരുന്നത്. നമ്മൾ സ്പ്രിംഗ് വാഷ് ഇട്ടു. അതുപോലെ തന്നെ ഈ നട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴത്തെ ബോൾട്ടാണ് ഇടേണ്ടത്. അതിനുശേഷം 2 ഫുൾ ടൈറ്റ് ചെയ്യുക.
ഹോള് കറക്റ്റാക്കി വെക്കുക, ബോൾട്ട് ഇടുക. ഓക്കെ, ഇനി അതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഷോക്കും ഫുൾ ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ബുഷ് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലേ ഇല്ല, കാരണം നമ്മൾ കണ്ടാണ് ബുഷ് ഇത്രയും പൊട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഗ്യാസ് ടൈപ്പ് ഷോക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ മുകളിലത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്തു, അതുപോലെ തന്നെ താഴത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും നമ്മൾ ഷോക്ക് മാറിയിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലെ ബുഷാണ് പോയിരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ബുഷ് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഷോക്ക്, ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് അഴിച്ച് നമ്മൾ നോക്കിയപ്പോൾ തീരെ ഷോക്കിന് ഒരു ആക്ഷൻ പോലും ഇല്ല, ഫുള്ളായിട്ട് ഗ്യാസ് ലീക്കായിട്ട് പോയതാണ്. അപ്പോൾ ഈ ഗ്യാസ് ടൈപ്പ് വരുന്ന ഷോക്ക്, അതായത് ഈ ബുഷിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഷോക്ക് അടിച്ച് നോക്കുക. ഓയിൽ ടൈപ്പ് ആണെങ്കിൽ മാത്രമേ ലീക്ക് നമുക്ക് പുറത്തോട്ട്, ഈ സൈഡിൽ നിന്ന് പുറത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഗ്യാസ് ടൈപ്പ് ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ ലീക്ക് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഷോക്ക് പോയതാണോ എന്ന് ഷോക്ക് അഴിച്ച് തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഷോക്കും പോയതായിരുന്നു. ലെഫ്റ്റ് സൈഡിലെ ഷോക്കാണ് ഏറ്റവും കൂടുതൽ പോയത്. അത് പോയതുകൊണ്ടാണ് ഈ ബുഷ് പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇത് മാരുതി സുസുക്കി സെൻ ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഹമ്പ് കയറുമ്പോഴും കട്ടർ കയറുമ്പോഴും ബാക്കിൽ നിന്ന് തക്കെന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അതായത് വീല് ഇറങ്ങി ഹമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ്, ബാക്കിൽ നിന്ന് വീല് ഹമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ടക്കെന്നുള്ള സൗണ്ട്. അതുപോലെ നല്ല രീതിയിൽ കയറുമ്പോഴും സൗണ്ടുണ്ട്. കൂടുതലായിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഷോക്ക് പോകുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഷോക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് ഫുള്ളായിട്ട് പോയതായിരുന്നു. അതുപോലെ തന്നെ ഈ ബുഷിൻ്റെയും കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കാനുള്ള കാരണം. അപ്പോൾ ബുഷിന് ആദ്യം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഷോക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ലീക്ക് ഇല്ലെങ്കിൽ പോലും അഴിച്ച് ചെക്ക് ചെയ്യുക. ഗ്യാസ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ലീക്ക് കാണില്ല. അപ്പോൾ മാരുതി സുസുക്കി സെന്നിൻ്റെ ബാക്ക് സൈഡിലെ സൗണ്ട് പ്രോബ്ലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.